പറഞ്ഞു ഞാൻ എനിക്കറിയില്ല, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇങ്ങനെയുള്ള പടങ്ങൾ സത്യത്തിൽ ഇപ്പൊ നമുക്ക് ഞാൻ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ബുള്ളറ്റിനിൽ ഇരുന്ന ആളാണ്. അപ്പൊ ഈ ഫെസ്റ്റിവലുകളുടെ ഒരു താളം എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ ഈ നമ്മുടെ കേരളത്തിലുള്ള പ്രദേശത്തിൽ അവാർഡ് കിട്ടുന്ന പടങ്ങൾ തിയേറ്റർ വളരെ കിട്ടത്തില്ല, കൊടുക്കത്തുമില്ല. അവാർഡ് കിട്ടുന്നവർ തിയേറ്റർ കൊടുക്കും. പക്ഷെ നമ്മൾ ശക്തമായിട്ട് തിയേറ്റർ പിടിക്കുന്ന അതുകൊണ്ടാണ്. കാരണം തിയേറ്ററിലേക്ക് ഇതേപോലെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ബംഗാളിൽ ഏറ്റവും കൂടുതൽ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നമ്മളെ മേലിലാണ് നിൽക്കുന്ന ആൾക്കാരാണ് ബംഗാളികൾ. ബംഗാളിൽ ഒരു 50 പടം ഇറങ്ങുമ്പോൾ 25 പടവും എല്ലാ പടവും തിയേറ്ററിൽ കൊടുക്കും. പക്ഷെ 25 അല്ലെങ്കിൽ ഇത്ര ഒരു ഗ്രാമത്തിൽ ഇത്ര തിയേറ്റർ നല്ല പടങ്ങൾ പ്രീമിയമാണ്. അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിൽ പിൽക്കാലത്ത് വരും. കാരണം നല്ല പടങ്ങളെ ആൾക്കാർ കാണാനാണ്. അവിടെ 50 പടങ്ങൾ ഇറങ്ങുമ്പോൾ അത് 25 പടവും കൊമേഴ്സ്യൽ പടം 25 കാണത്തുള്ളൂ. ബാക്കി 25 പടവും സമാന്തരം ഇങ്ങനെയുള്ള സിനിമകളാണ്. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾക്ക് നല്ല തിയേറ്ററാണ്. അത് പതുക്കെ വന്നൊരു മൂവ്മെന്റ്സാണ്. പക്ഷെ അതേപോലെ തന്നെ കേരളത്തിൽ നല്ല പടങ്ങൾ ഈ പടങ്ങൾ നല്ല സോഷ്യൽ മീഡിയ ഒക്കെ നല്ലോണം ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഇതിന് കാണാൻ ആൾക്കാർ വരും. അങ്ങനെ സമാന്തരമായിട്ട് നമ്മൾ ഈ അവാർഡ് കിട്ടുന്ന പടങ്ങൾ തിയേറ്ററിലേക്ക് വരും. ഇത് നമ്മുടെ കാലത്ത് പഴയ കാലത്തുള്ള കുറെ അവാർഡ് സിനിമകൾ നിരന്തരമായിട്ട് ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ മാറിപ്പോയി. ഇപ്പോൾ ഡോക്ടർ ബിജു ആയാലും പഴയ കാലത്ത് ഒരുപാട് മാറിയുള്ള സിനിമകൾ നമ്മുടെ സിനിമകൾ തിയേറ്ററിലേക്ക് വരാൻ അങ്ങനെ ഒരു വലിയൊരു തന്നെയാണ് നമ്മുടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മൾ അല്ലെ നമ്മൾ ഫെസ്റ്റിവലിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. വലിയൊരു ഫെസ്റ്റിവൽ പോകുന്നത്. വേറൊരു മെസ്സേജ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത കാര്യമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഒരു സിനിമ കണ്ട് അതൊന്നും ഉൾക്കൊള്ളുന്നത് ആവശ്യമാണ്. കാരണം വെച്ചാൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അധ്യാപകർ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ സമൂഹം എങ്ങനെയാണ് വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നത്, കുഞ്ഞുമക്കളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനൊരു വലിയ മെസ്സേജ്. കാരണം ഒരാളും തളർന്നു വീഴാൻ സമ്മതിക്കില്ല. അവരെ ആ തളർന്നു വീർത്തെടുക്കുന്ന ഒരു സമൂഹമാണ് ഈ സിനിമയിലെ ഇതിവൃത്തം എന്ന് പറയുന്നത്. കാരണം ആ ഒരു തണലുമായിട്ട് ഒരു കുട്ടിയെ അങ്ങ് അതിന്റെ എല്ലാ അംശങ്ങളും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ നെഗറ്റീവായിട്ടുള്ള എല്ലാം കളഞ്ഞിട്ട് നീ ഉയർത്തെഴുന്നേക്കും മോളെ എന്ന് പറഞ്ഞ് അവരുടെ സപ്പോർട്ട് കൊണ്ട് ഒരു കുട്ടിയെ, അതാണ് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നത്. ഇതൊക്കെ സ്കൂളുകളിലും ഇത് ഗവൺമെന്റ് തലത്തിലും എല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. വെറുതെ പറയുന്നതല്ല, അങ്ങനെ ഒരു മെസ്സേജാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവണം. ഇത് ഇങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നതല്ല. ഞാൻ ഒരു മ്യൂസീഷ്യൻ, ഞാൻ ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ പറയുന്നതാണ്. നല്ല സപ്പോർട്ട് ഉണ്ടാവണം. ഇത് കുട്ടികളിലും എത്തണം, സമൂഹത്തിലും എത്തണം, സ്കൂളുകളിലെല്ലാം എത്തണം. കാരണം ഇന്നിപ്പോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പം അതിനൊരു വലിയൊരു കാര്യം, ഒരു അധ്യാപകൻ എങ്ങനെയാണെന്നാണ് അതിനകത്തൊരു അധ്യാപകൻ കാണിച്ചത്. അപ്പം താങ്ക് യു. എന്തായാലും ഈ സിനിമ എല്ലാവരിലേക്കും എത്തട്ടെ. നല്ല ശ്രദ്ധ, കൂടുതലുള്ള അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കട്ടെ. പ്രേക്ഷകരോട് അവസാനമായിട്ട് നമുക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ള എന്നുള്ളതെന്നൂടെ പറഞ്ഞിട്ട്. എല്ലാരും പടം കാണണം. കുറച്ചു നേരം എന്തായാലും എല്ലാരും മുണ്ടാതിരിക്കും അല്ലേ? ഈ പടം കാണുമ്പോ എല്ലാരും കുറച്ചു നേരം മുണ്ടാതിരിക്കൂലേ? അങ്ങനെ മൗനാക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാരും കുറെ നമ്മളെ ദൂരത്തിട്ട് ചിന്തിപ്പിക്കാൻ വഴിക്കുന്ന ഒരു മൂവിയാണ്. അപ്പൊ എല്ലാരും കാണണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ സോങ് ആയാലും നല്ല ടച്ചിങ് ആയിട്ടുള്ള സോങ്ങുകളാണ്. കുറെ നമുക്ക് കേട്ട് ഇരിക്കാൻ പറ്റുന്ന സോങ്ങുകളാണ്. അടിപൊളിയായിട്ടുള്ള ഒരു മൂവിയാണ്. എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.